നമസ്കാരം. രാജധാനി വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മന്യ മാത്യു. പ്രധാന വാർത്തകൾ. കാറ്റിസം PTA മീറ്റിംഗ് കഴിഞ്ഞ ഞായറാഴ്ച നടന്നു. സമർപ്പിത വ്രത വാഗ്ദാനങ്ങൾക്കൊരുങ്ങി ബ്രദർ ജോമോനും സിസ്റ്റർ ഷീലയും. മെയ് മാസാചരണ ഒരുക്കവുമായി മാതൃവേദി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ഞായറാഴ്ച കാറ്റിസം PTA മീറ്റിംഗ് നടന്നു. വികാരി അഡ്വക്കേറ്റ് ഫാദർ ഫ്രാങ്കോ പുത്തിരി അധ്യക്ഷനായ യോഗത്തിന്റെ വിശേഷങ്ങളുമായി പ്രിൻസിപ്പൽ വെറോനിക്ക ചെറുവത്തൂർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം വെറോനിക്ക ടീച്ചർ. ഏവർക്കും നമസ്കാരം. ഏപ്രിൽ 14 തീയതി നടന്ന PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗിലെ തീരുമാനങ്ങൾ. ഈ അധ്യയന വർഷത്തിൻ്റെ റിസൾട്ട് അടുത്ത ഞായറാഴ്ച ഏപ്രിൽ 21 തീയതി നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഈ വർഷത്തെ ദൈവദർശൻ ക്യാമ്പ് ഏപ്രിൽ 19, 20 തീയതികളിൽ നടത്തപ്പെടുന്നു. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട വികാരിച്ചൻ അറിയിച്ചിരിക്കുന്നു. ഏപ്രിൽ 19, 20 തീയതികളിൽ നടത്തപ്പെടുന്ന ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് പാലക്കാട് CMC സിസ്റ്റേഴ്സാണ്. ഈ പ്രസ്തുത ക്യാമ്പിൻ്റെ വിജയത്തിനായി എല്ലാ PTA ഭാരവാഹികളും സ്റ്റാഫ് അംഗങ്ങളും അതുപോലെ തന്നെ എല്ലാ ഇടവക അംഗങ്ങളുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു. പ്രസ്തുത ക്യാമ്പിൻ്റെ വിജയത്തിനായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. അവരുടെ ആധ്യാത്മിക വളർച്ചയ്ക്കും നവോന്മേഷത്തിനുമായി ഈ ക്യാമ്പ് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. 2022-23 അധ്യയന വർഷത്തിലും 2023-24 അധ്യയന വർഷത്തിലും ക്ലാസ്സിൽ ഫസ്റ്റും സെക്കൻഡും മുഴുവൻ ഹാജർ നേടിയ വിദ്യാർത്ഥികൾക്കുമായി ഈ വർഷം നമ്മൾ മെയ് 11 തീയതി ഒരു ഏകദിന പിക്നിക് നടത്താൻ ഉദ്ദേശിക്കുന്നു. ഈ തീരുമാനം PTA എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലാണ് എടുത്തത്. എല്ലാ വിദ്യാർത്ഥികളും പ്രസ്തുത ക്യാമ്പിൽ പങ്കെടുത്താൽ മാത്രമേ അവർക്ക് മുഴുവൻ ഹാജർ നേടാനും പിക്നിക്കിൽ പങ്കെടുക്കാനും സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഏപ്രിൽ 14 തീയതി നടന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ അറിയിച്ചത്. ഏവർക്കും നന്ദി, നമസ്കാരം. മീറ്റിംഗ് വിശേഷങ്ങളും തീരുമാനങ്ങളും പങ്കുവെച്ച വെറോനിക്ക ടീച്ചർക്ക് ഒത്തിരി നന്ദി. മെയ് മാസം മാതാവിൻ്റെ വണക്കമാസം ഭക്തിസാന്ദ്രമായി ആചരിക്കുന്നതിന് മാതൃവേദി നേതൃത്വം നൽകുന്നു. മെയ് മാസം എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6 മണി മുതൽ പള്ളിയങ്കണത്തിലെ ഗ്രോട്ടോയ്ക്ക് മുന്നിൽ ആഘോഷമായ ജപമാലയും മാതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥനകളും ഉണ്ടായിരിക്കും. ഇടവകയിലെ മുഴുവൻ മാതൃഭക്തരെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വരുന്ന തിങ്കളാഴ്ച ഏപ്രിൽ 25 നമ്മുടെ ഇടവകയിലെ ബ്രദർ ജോമോൻ ചെറുവത്തൂർ സാഗർ രൂപതയിൽ വെച്ച് വൈദിക വസ്ത്രം സ്വീകരിക്കുന്നു. ചെറുവത്തൂർ പൊറിഞ്ചുകുട്ടി ജോസഫ് മാഗി ദമ്പതികളുടെ മകനാണ് ബ്രദർ ജോമോൻ. അടുത്ത മാസം മെയ് 4 തീയതി ഈ ഇടവകയിലെ മറ്റൊരു അംഗമായ സിസ്റ്റർ ഷീല ഫ്രാൻസിസ് നിത്യവ്രത വാഗ്ദാനം നടത്തുന്നു. ചെറുവത്തൂർ ഫ്രാൻസിസ് ലില്ലിയുടെ മകളായ സിസ്റ്റർ ഷീല MSMI മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് കോൺഗ്രിഗേഷൻ അംഗമാണ്. കോഴിക്കോട് കൊളത്തുവയിൽ MSMI ജനറലേറ്റിൽ വെച്ചാണ് നിത്യവ്രത വാഗ്ദാനം നടക്കുന്നത്. വ്രതവാഗ്ദാനം സ്വീകരിക്കുന്ന ബ്രദർ ജോമോനും സിസ്റ്റർ ഷീല ഫ്രാൻസിസിനും ഇടവക ജനതയുടെ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. അറിയിപ്പുകൾ. അടുത്ത ആഴ്ചയിൽ വീട് വെഞ്ചരിപ്പ് നടക്കുന്ന യൂണിറ്റുകൾ. ഏപ്രിൽ 22 തിങ്കൾ സെൻറ്റ് ജോസഫ് യൂണിറ്റ്. ഏപ്രിൽ 24 ബുധൻ സെൻറ്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റ്. ഏപ്രിൽ 26 വെള്ളിയാഴ്ച മാസാവസാന വെള്ളിയാഴ്ചകളിൽ നടത്തുന്ന സായാജ്ഞ ധ്യാനം ഉണ്ടായിരിക്കും. ധ്യാനം നയിക്കുന്നത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനും തണ്ടിളം ഇടവക വികാരിയുമായ റവറൻഡ് ഫാദർ ഡേവിസ് ചിറമലാണ്. വികാരിയച്ഛൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വൈകിട്ട് 5:30 ജപമാല, 6 മണിക്ക് വിശുദ്ധ കുർബാന, തുടർന്ന് ധ്യാനവും നേർച്ചക്കഞ്ഞിയും. ഇരുമ്പൻ ബിജു അലീന സ്പോൺസർ ചെയ്യുന്ന നേർച്ചക്കഞ്ഞിക്ക് വിതരണ നേതൃത്വം നൽകേണ്ടത് സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റാണ്. ഈ ആഴ്ചത്തെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ്. വായനകൾ സെൻറ്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ്.
മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ഇടവകാംഗമായ പാണേങ്ങാടൻ ഔസേപ്പ് മകൾ മേരി സെന്റ് അൽഫോൻസ യൂണിറ്റ് ഇന്ന് രാവിലെ നിര്യാതയായി. പരേതയ്ക്ക് ഇടവകയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മൃതസംസ്കാര ശുശ്രൂഷകൾ നാളെ ഏപ്രിൽ 20 രാവിലെ 8:30. പരേതയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.